മതത്തിന്റെ ഇന്ധനം ഭയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില നിരീശ്വരവാദികളൊക്കെ ഇങ്ങനെ മതത്തിനെ ഇങ്ങനെ കൊച്ചാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പറയുന്നുണ്ട്, ഒരു വിശ്വാസിക്ക് വേണ്ടത് അള്ളാഹുവിലുള്ള ഭയവും പ്രതീക്ഷയുമാണ്. അതായത് അവൻ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കണമെന്ന്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ഒരു യുക്തിവാദത്തിൻ്റെ, ഒരു നിരീശ്വരവാദത്തിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് എന്താണ്? അത് സുഖിക്കുക, രമിക്കുക, ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചു പോവുക എന്നുള്ളതാണ്. കാരണം ആകെ ഒരു ജീവിതമേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം ഇല്ല എന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് മാക്സിമം ഇവിടെ തന്നെ എന്ത് ചെയ്യുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നിരീശ്വരവാദം മുന്നോട്ട് വെക്കുന്നത്. അതല്ലാതെ മനുഷ്യന് ഉപകരിക്കുന്ന യാതൊന്നും അതിലില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഏറ്റുമാനൂർ ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ യുക്തിവാദിയുടെ സാമൂഹ്യ ദർശനം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. അതായത് മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. ഇപ്പൊ കണ്ടോ, ഒരു യുക്തിവാദിക്ക് മദ്യപിക്കാം, മോഷ്ടിക്കാം, മോഷ്ടിച്ചാലൊന്നും അതെന്ത് പറയാൻ പറ്റില്ല, തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കണ്ടോ, തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. അപ്പൊ നോക്കൂ, നമ്മൾ കുറെ കാര്യങ്ങൾ തെറ്റായിട്ട് കാണുന്നുണ്ട് അല്ലെ? ഒരു സമൂഹത്തിന്റെ സുസ്ഥിരമായ നടത്തിപ്പിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റായി കാണാറുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവന് അനുവദനീയമായ കാര്യങ്ങളാണ്. ഇനി നോക്കൂ, തുടർന്ന് ഇദ്ദേഹം പറയുന്നത്, മതപരമായ അത്തരം വിലക്കുകൾ മതാനുയായികളെ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളവയാണ്. അപ്പൊ ഇതൊക്കെ മതാനുയായികൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഇപ്പോൾ ഒരു യുക്തിവാദി അനുസരിക്കേണ്ട കാര്യമില്ല. അരുതുകളുടെ അതിരു ലംഘിക്കുന്നവർക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്നു മാത്രമല്ല നല്ല ശിക്ഷയും ലഭിക്കും. മരണാനന്തര ജീവിതം സുഖകരമായിരിക്കാൻ ഇത്തരം ചില പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ മതം പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്നാണ്. ഇത് ഉപേക്ഷിച്ചാൽ മരണാനന്തര ജീവിതത്തിൽ സുഖകരമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് മതം പഠിപ്പിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ഭൗതിക ജീവിതം മാത്രമേയുള്ളൂ എന്ന് കരുതുന്ന യുക്തിവാദികളും അതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പലർക്കും കഴിഞ്ഞെന്ന് വരികയില്ല. കണ്ടോ, അപ്പൊ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ അവരങ്ങോട്ട് ചെയ്താൽ മതി. ഈ മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയിട്ടുള്ള അതിരുകളും അരുതുകളൊക്കെ അതൊന്നും ഇപ്പോൾ ഒരു യുക്തിവാദിയോട് പറയാൻ പറ്റൂല. കാരണം ഇത് ആകെ ഒരു ജീവിതമുള്ളൂ എന്നപ്പോൾ അവരൊക്കെ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ഇവിടെ മാക്സിമം അടിച്ചു പൊളിക്കുക എന്നല്ലാണ്ട്, ഒരു ഉദാഹരണം പറഞ്ഞ ഒരു 100 രൂപ ഒരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് അത് ചോദിക്കുമ്പോൾ അയാൾക്കത് കൊടുക്കുന്നതിന് പകരം അയാൾക്കത് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര നഷ്ടമുള്ള കാര്യമാണ്.